DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിന് മുൻപായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണവും സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സ്വീകരിക്കലും സംബന്ധിച്ച പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നതിനെക്കുറിച്ചുള്ള പരാതി ലഭിച്ചതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 15-ന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനവകുപ്പിൽ നിന്നുള്ള അറിയിപ്പെത്തിയത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകണമെന്ന രീതിയിലുള്ള വാർത്തകളും എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് സർക്കാർ ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് നടപ്പാക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ പലയിടത്തും വിതരണം ചെയ്തത് വ്യാജ അപേക്ഷകളാണെന്ന് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് കമ്മീഷന് പരാതികൾ എത്തിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിശദീകരണം. നിലവിൽ സഹായം കിട്ടാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നീ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. 31.34 ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പ്രതിവർഷം 3800 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്ന് പുതിയ ഭരണസമിതികൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരം ഏറ്റെടുത്ത ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങുക. അതിൻ്റെ അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേസമയം ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ഇത്തവണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 15 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പെത്തുന്നത്. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപ വീതമാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുക. ഇലക്ഷന് മുൻപായി ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയതിനെതിരെ പരാതികൾ വന്നുവെങ്കിലും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചതെന്നാണ് സർക്കാരിന്റെ നിലപാട്. 13-ാം തീയതി ശനിയാഴ്ച ഇലക്ഷൻ റിസൾട്ട് പുറത്തുവരും. ഡിസംബർ 15 തിങ്കളാഴ്ച മുതലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ പെൻഷൻ വിതരണം നടത്തുന്നതിൽ തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. 1045 കോടി രൂപയോളം ഇതിനായി ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ 900 കോടിയോളം രൂപമാണ് വേണ്ടിയിരുന്നത്. മാസം 400 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപ വീതം വിതരണം ചെയ്യുന്നതിനാൽ ആവശ്യമായ തുക 1050 കോടിയായി ഉയർന്നു. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിച്ചുമാണ് പെൻഷൻ കൈമാറുക. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 15 തിങ്കളാഴ്ച മുതൽ 2000 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും. ക്രിസ്മസിന് മുൻപായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും സഹകരണ ജീവനക്കാർ വഴി വീട്ടിലേക്ക് കൈകളിലും പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തിച്ചേരുന്നതാണ്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.